അഡ്വക്കേറ്റ് സേനാപതി വേണു, 2029 ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും എന്ന ആ ഒരു ആത്മവിശ്വാസമാണല്ലോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. വൺ നേഷൻ വൺ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നടക്കില്ല, ഇനി ഒരിക്കലും നടക്കില്ല എന്ന ആശങ്ക, ഭയം, അതുകൊണ്ടാണോ ഇത്ര ശക്തമായിട്ട് പരിഷ്കാരങ്ങളെ എതിർക്കുന്നത്? നമ്മൾ വർത്തമാനകാല രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടല്ലേ നമ്പ്യാരെ എല്ലാ വിലയിരുത്തലുകളും നടത്തുന്നത്. അതായത് 292 നിന്ന് 303 ഒരു പാർട്ടി ഞങ്ങളിപ്പം 400 കഴിയാൻ പോകുന്നു, 370 ഞങ്ങൾ ഒറ്റയ്ക്ക് പിടിക്കാൻ പോകുന്നു, കഴിഞ്ഞ 10 കൊല്ലത്തെ ഞങ്ങളുടെ നേട്ടത്തിന്റെ പരിണിത ഫലം എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ആളുകളെ ആവേശം കൊള്ളിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്പ്യാർ ഓർക്കുന്നുണ്ടാവുമല്ലോ, ജൂൺ മാസം 4-ാം തീയതി രാവിലെ 9:30 മണി വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാരണാസിയിൽ 16,000 വോട്ടിന് വരെ പിന്നിലായിരുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ ബുള്ളറ്റിൽ നമ്മൾ യു പിയിലെ നിങ്ങളുടെ നേതാവ് വാഗ്ദാനം ചെയ്ത പണം ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നേതാവ് 3,90,000 പിറ്റേ ദിവസം അവിടെ ക്യൂ നിന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഞങ്ങളുടെ നേതാവ് നമ്പ്യാരെ 3,90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റായ്ബറേലിയിൽ ജയിച്ചത്. പക്ഷേ നിങ്ങൾ പ്രധാനമന്ത്രി ജയിക്കുന്നത് 1.25 ലക്ഷത്തിന്റെ വോട്ടിലാണ്. എങ്ങനെയാണ് സാധിച്ചെടുത്തതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 5 ലക്ഷത്തിനടുത്ത് 4,95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചയാള് 1.25 ലക്ഷം വോട്ടിലേക്ക് സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ 3 ലക്ഷം ആളുകൾ എന്തുകൊണ്ട് മാറി ചിന്തിച്ചു എന്നുള്ളത്, ആ മാറി ചിന്തിക്കൽ 2029 ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയുമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അതോടെ പറഞ്ഞു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 3 ടേം തുടർച്ചയായി ഭരിക്കാൻ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമേ അവസരം കിട്ടിയുള്ളൂ. അതിന് ബാക്കിയുള്ളവർക്കൊക്കെ 2 ടേം കൊണ്ട് അവർ ഭരണം അവസാനിപ്പിക്കുന്നതാണ് സ്ഥിതി. അപ്പോൾ നെഹ്റുവിന് കിട്ടിയ പോലെ 3, അതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റിനെയും ഒരു പാർട്ടിയെയും ഇന്ത്യൻ ജനത തുടർച്ചയായി ജയിപ്പിച്ച ചരിത്രമില്ല, അത് ജയിപ്പിക്കുകയുമില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് 303-നെ 240 കുറച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അതിലും ഒരുപാട് താഴേക്ക് പോകും, ഞങ്ങൾ ഒരുപാട് മുന്നിലേക്ക് വരും, ഞങ്ങൾ ഭരണത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നമുക്കിപ്പം ഒരു ഡിബേറ്റിന് വേണ്ടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിന്റെ എന്താ പറഞ്ഞ വരുംവരായികളോ അല്ലെങ്കിൽ അവരുടെ ഭാഗവും ഞങ്ങളുടെ ഭാഗവും, പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഏതായാലും 2024 മുതൽ 29 വരെയുള്ള BJPയുടെ ഭരണ കാലഘട്ടത്തിൽ ബഹുമാന്യായ ശ്രീപത്മനാഭൻ സാറിനെ പോലുള്ള ആളുകൾക്ക് സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഭരണഘടന മാറ്റുമെന്നും എന്താ പറഞ്ഞ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ഇതൊക്കെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതിന് തടസ്സമില്ല. പക്ഷെ ഇപ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാകുകയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന ഉത്കണ്ഠ അത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.